അടുത്താണെന്ന രീതിയിൽ ആ ഒരു ഫാമിലി സെറ്റപ്പ് തന്നെയാണ്, സംഘപരിവാരം തന്നെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തൊന്നും വേണ്ട. എല്ലാ BJP ആണെങ്കിലും കോൺഗ്രസ് ആയാലും ഇന്ത്യക്കാർക്ക് കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെ നിന്ന് മാറി കുറച്ച് നിക്സൺ പിന്നെ കെന്നഡി ഫാമിലിയോടുള്ള ഒരു ബന്ധം പോലെയൊക്കെ നവീകരിച്ചൊരു ബന്ധമായിട്ട് വരും. ഇപ്പം പെറോണിസ്റ്റുകൾ എവിടെ അർജൻറ്റീനയിൽ. രണ്ടാമത്തെ കാര്യം ഞാൻ കാണുന്നത് ഇവിടുത്തെ പ്രോബ്ലം ഈ സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണ്, എനിക്ക് ജനറേഷൻ ഷിഫ്റ്റിൻ്റെ ഒരു തലമുറ മാറ്റത്തിൻ്റെ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ വലിയ പ്രതീക്ഷകളോട്, ഇപ്പം മായാവതിയെ വലിയ പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് 2007 അധികാരത്തിലെത്തി അവിടുത്തെ ആളുകൾ. പക്ഷേ മായാവതി കുറേ പ്രതിമ ഉണ്ടാക്കി എന്നല്ലാതെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. അതോട് കൂടിയിട്ട് പ്രതീക്ഷ UP ഇതിലേക്ക് പിന്നെ രണ്ടാമത് എന്ത് ചെയ്തു, ഇവിടെ LDF UDF വരുന്ന പോലെ സമാജ്വാദി പാർട്ടിയിലേക്ക് അവിടെ നിന്ന് BJP അവിടെ ഒന്നും അല്ലാത്ത അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ മോഡി വന്നതിന് ശേഷമാണ് BJP രക്ഷപ്പെട്ടത്, ഒന്നുമല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വന്ന സമയത്ത് അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള ചോദ്യം. മുലായം സിംഗ് വന്നാൽ ആ ഗുണ്ടാരാജ്, ഏറ്റവും വൃത്തിയുടെ ഗുണ്ടാരാജ് UP യിലുണ്ടായ മുലായമിൻ്റെ ആദ്യത്തെ ഘട്ടത്തിലാണ്. അതുമാത്രമല്ല, പിന്നെ രണ്ടാമത്തെ അന്നത്തെ ശക്തനായ വേറെ നേതാവ് ഈ പറയുന്ന ശിശുപാൽ, ഈ അങ്കിൾ യാദവ് ഉണ്ടല്ലോ, ഇയാളായിരുന്നു. അന്ന് മുലായനെ സംബന്ധിച്ചിടത്തോളം പുതിയ ജനങ്ങളെ പ്രതീക്ഷയ്ക്ക് ഉയരണം, ഇയാളൊന്ന് ഒതുക്കിയും വേണം. അതുകൊണ്ടാണ് മകനെ കൊണ്ടുവന്നത്. മകനെ കൊണ്ടുവന്നിട്ട് ഓൾഡ് ഗാർഡിന് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. UP യിൽ കൊലപാതകങ്ങളുടെ എണ്ണത്തിൽ ചെറിയ കുറവ് എന്നല്ലാതെ മായാവതിയുടെ കാലം വെച്ച് നോക്കുമ്പോൾ ബാക്കി എല്ലാ തരത്തിലുള്ള ക്രൈമുകളും കൂടിയിട്ടേ ഉള്ളൂ. കൂട്ടക്കൊല, ഇങ്ങനെയുള്ള എല്ലാ ബലാത്സംഗം, ഇങ്ങനെ ദളിത് പീഡനം, ഇതെല്ലാം കൂടിയിട്ടേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾ ഇദ്ദേഹത്തെ കുറ്റം പറയണ്ട. ആ ഗുണ്ടാരാജിന് ആ രീതിയിൽ ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റമാണ് പിന്നെ പതുക്കെ കഴിഞ്ഞ് 2 വർഷം അദ്ദേഹം പൊളിക്കാൻ ശ്രമിക്കുന്നത്. അതിന് അദ്ദേഹത്തെ വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്തത് ഈ പറയുന്ന യമുന പിന്നെ ഇതുണ്ടല്ലോ ഹൈവേ, എക്സ്പ്രസ് ഹൈവേ. ഈ യമുന എക്സ്പ്രസ് ഹൈവേ തുടങ്ങി വെച്ച മായാവതിയാണ്. ഇതിൻ്റെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന് കിട്ടേണ്ടത്. ഇത് അദ്ദേഹം ഇനി ലക്നൌവിലേക്കും കൂടി നീട്ടാൻ പോവുകയാണ് ആഗ്രഹിക്കുന്നത്. ഇനി അതിൻ്റെ പുറമായിട്ട് പെൺകുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്ന, അതുപോലെ പാവപ്പെട്ട ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ ഇദ്ദേഹം കൊണ്ടുവന്നിട്ട് ഒരു ഇമേജൊക്കെ പൊതുവെ ഗവൺമെൻറ് പെർഫോമൻസ് അത്ര വേറെ ഒന്നല്ല, മായാവതിനെക്കാട്ടും മോശമായി ഗവൺമെൻറ് പെർഫോമൻസ്. പക്ഷേ ഒരു ഇമേജ് കുറച്ച് കാലം ഇദ്ദേഹം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ ഇമേജ് ഇങ്ങനെ വളരുമ്പോൾ ഇത് മോഡേണിറ്റി ഫ്യൂഡൽ സിസ്റ്റം തമ്മിൽ വലിയൊരു ഫൈറ്റ്. ഇതൊരു പരിധി കൂടെ ഒരു വീടിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. ക്ലെവറായിട്ട് എനിക്ക് തോന്നുന്നു പഴയ ആളുകൾ, നമുക്ക് ഉമ്മൻചാണ്ടിയെ പൂർണ്ണമായിട്ട് വിട്ട് സുധീരനെ കൊണ്ടുവരാൻ പറ്റില്ല. ഇത് രണ്ടുപേരെ സുധീരെ പൂർണ്ണമായിട്ട് വിടാനും പറ്റും. ഈ കോൺഗ്രസ് കേരളത്തിൽ നേരിടുന്ന പ്രശ്നം ഉണ്ടായി. ഇതേ പ്രശ്നം തന്നെ അപ്പുറത്ത് ആര് നേരിടുന്നുണ്ട്? ഈ പറഞ്ഞ മുലായം സിംഗ് നേരിടുന്നുണ്ട്. ഈ അനിയൻ എന്ന് വെച്ചാൽ അയാൾക്ക് ഗ്രാസ് റൂട്ട് ലെവൽ അത്യാവശ്യം ബന്ധമല്ല. ഈ ഗുണ്ടായി ടീം ഇലക്ഷൻ ജയിക്കണമെങ്കിൽ അവിടെ ഇതൊക്കെ വേണം, നമുക്കറിയാലോ. ഇപ്പുറത്ത് മകനാണെങ്കിൽ പുതിയ ജനറേഷൻ ആസ്പിറേഷൻസ് കുറച്ച് നന്നായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുറച്ച് കാലമായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് രണ്ടിനെയും കൂടി ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു പരിധി കൂടുതൽ ഇത് പോവില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ വേറൊരു പ്രശ്നം എൻ്റെ ഇടയ്ക്ക് ഹിന്ദു വോട്ട് വേണോ മുസ്ലിം വോട്ട് വേണോ എന്നുള്ള പ്രശ്നമുണ്ട്. ഇപ്പം കാമി ഏക്താ ദൾ, മുക്താർ അൻസാരി എന്നുള്ള ക്രിമിനലിൻ്റെ പാർട്ടിയെ ഈ അങ്കിൾ യാദവ് ഈ പിന്നെ സമാജ്വാദി പാർട്ടിയുടെ ഭാഗമായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ മുസാഫ് എന്ന കലാപത്തോട് മുസ്ലിംസ് ഈ പാർട്ടി അകന്നു പോയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ മൂവ്മെൻറ്റിനെ മുഖ്യമന്ത്രി കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതോടുകൂടി ഹിന്ദു വോട്ടുകൾ BJP യിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിന് കൂടെ അദ്ദേഹം ഒരു സാധ്യത കൂടി കാണുന്നു. കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഈ പ്രശാന്ത് കിഷോറിനൊക്കെ പിടിച്ചുകൊണ്ട് വലിയ സംഭവമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രാഹുൽ ഗാന്ധിയായിട്ട് ടൈപ്പ് ഇദ്ദേഹം ഇന്റേണലായിട്ട് ഉണ്ടാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയായിട്ടുള്ള ബന്ധത്തിലൂടെ ചോർന്നു പോകുന്ന എല്ലാ മുസ്ലിം വോട്ടും ചോർന്നു പോകുന്നത് നല്ല പങ്ക് കിട്ടുകയും ചെയ്യും. ചോർന്നു പോകുന്ന മുസ്ലിങ്ങൾ പകരം കുറച്ച് കോൺഗ്രസിന് ഏതാണ്ട് 19% വോട്ടുണ്ട് അവിടെ. അതിലൊരു ഭാഗം കൂടി കിട്ടിക്കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഫീൽ കൂടിയുണ്ട്. വരുന്ന ജൂലൈയിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരികയാണ്. BJPക്കും NDAക്കും അതിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്തി ജയിപ്പിക്കണമെങ്കിൽ എങ്ങനെ നോക്കിയാലും ഏറ്റവും കുറഞ്ഞ 2 ലക്ഷത്തോളം വോട്ടിൻ്റെ കുറവുണ്ട്. UP യിലെ MLA മാരുടെ വോട്ട് മൂല്യം ഏകദേശം 80,000-ഓളം വരും. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. രാജ്യമാകമാനം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണത്. രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ്. ദേശീയ തലത്തിൽ തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാവുന്ന തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ശരിയാണ് അങ്ങ് പറയുന്നത് പോലെ ഏറ്റവും സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു കഥയും കാമ്പുമില്ലാത്ത കാര്യങ്ങൾ, അധികാരം ആർക്കൊപ്പം എന്നതിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് അവിടെ നടക്കുന്നതെങ്കിൽ കൂടിയും UP യിൽ നടക്കുന്ന സംഭവവികാസങ്ങളെ ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയുമോ? ഇല്ല, സ്വാഭാവികമായിട്ടും UP ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്ന നിലയിൽ UP തെരഞ്ഞെടുപ്പിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും UP യിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായ വിജയം ആവർത്തിക്കണം. അങ്ങനെ ആവർത്തിച്ചാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ സെക്കൻഡ് ടേമിലുള്ള അവരുടെ രാഷ്ട്രീയ മാർഗം കുറച്ചുകൂടി സുഗമമാവും. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ ഏത് രീതിയിലും തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ നടത്തും എന്നുള്ള ഒരു ഇമ്പോർട്ടൻസ് ഇതിനുണ്ട്. പക്ഷേ ജനങ്ങൾ മുന്നിൽ നോക്കുന്നത് കഴിഞ്ഞ 5 വർഷം ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സ്ഥിതിയാണല്ലോ നോക്കുമ്പോൾ. കാരണം എല്ലാ വികൃതമായ മുഖങ്ങൾക്കും സെക്യുലറിസം എന്ന ഒരു മുഖം മൂടിയിട്ട് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കാം എന്നുള്ള കാര്യത്തിലൊന്നും ന്യായമില്ലല്ലോ. തമ്മിത്തല്ലാവാം, കുടുംബത്തിൻ്റെ പേരിൽ പാർട്ടി നടത്താം, പവർ കൈക്കൊള്ളാം.
ഇതെല്ലാം കഴിഞ്ഞ് സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള രാഷ്ട്രീയം വരുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയത്തിനെയാണ്. അല്ല സുശീൽ മനുജി, ഈ പറയുന്ന അഖിലേഷിനൊപ്പം നിൽക്കുന്ന MLA-മാർക്ക് അതത് പ്രദേശങ്ങളുടെ വികാരം അറിയാവുന്നവരാണല്ലോ. എങ്ങനെയാണ് അപ്പോൾ അഖിലേഷിന് 100ഓളം MLA-മാരുടെ 200ഓളം MLA-മാരുടെ പിന്തുണ നേടാൻ കഴിയുന്നത്? അല്ല, ഇപ്പോൾ നാളെ കോൺഗ്രസ് പാർട്ടിയിൽ സ്പ്ലിറ്റ് ഉണ്ടായാൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ പോകാനായിട്ടുള്ള ആളുകളുള്ളത്. മുലായം സിംഗ് 80 വയസ്സിനോട് അടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന MLA-മാർ വളരെ സിമ്പിളായിട്ടുള്ള ആളുകളല്ല. അവർക്ക് രാഷ്ട്രീയ കണക്ക് കൂട്ടലുകളുണ്ട്. അവരുടെ പാർട്ടിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് പെട്ടെന്ന് BJP-യിൽ പോയാൽ അവിടെ വേക്കൻസി ഇല്ല. മായാവതിയുടെ അവിടെ പോയാൽ അക്കോമഡേറ്റ് ചെയ്യുന്നതിനൊരു ലെവലുണ്ട്. കോൺഗ്രസ് പാർട്ടി വളരെ വീക്കായിട്ടുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ അവർക്കെല്ലാം ഈ ഒരു സമാജ്വാദി പാർട്ടിയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. ഇപ്പോൾ MLA അതല്ലെങ്കിൽ ഒരു മുൻ MLA എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ നടക്കാനും സ്വാധീനങ്ങൾ കാണിക്കാനൊക്കെ ആഗ്രഹമുള്ളവരാണല്ലോ. ഇപ്പോൾ അവർ നോക്കുമ്പോൾ 80 കഴിഞ്ഞ അവരെയെല്ലാം നേതാവാക്കിയ ഒരു മുലായം, ഇനി ഒരുപക്ഷെ മുലായവും ഇത്രയെല്ലാം നടന്നിട്ട് മകനെതിരായിട്ട് ആക്ഷൻ എടുക്കുന്നില്ലല്ലോ ഇന്നും. ഇനിയും അച്ഛനും മകനും തമ്മിൽ ഒരു കൂട്ടുകണ്ട് ഉണ്ടായിക്കൂടാ എന്നും അവർ വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ മകൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് അച്ഛൻ്റെയും കൂടി പ്രീതി ഇനിയും ഉണ്ടാകും എന്നായിരിക്കും കരുതുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഇതാണല്ലോ സംഭവിച്ചത്. കേരളത്തിലും കോൺഗ്രസ് പാർട്ടി വളരെ പ്രബലമായിട്ട് നിന്ന കരുണാകരൻ പ്രായമായപ്പോൾ പല ആളുകളും വിട്ടുപോയല്ലോ. അപ്പോൾ ഒന്ന് പ്രായത്തിൻ്റെ പ്രശ്നം, പിന്നെ ഒരു പൊളിറ്റിക്കൽ ക്യാരക്ടറിൻ്റെ ഒരു തകർച്ച, മൂന്നാമത് രാഷ്ട്രീയം, ഇന്നത്തെ രാഷ്ട്രീയം പല കൺസോളിഡേഷൻ ഉണ്ട്. പവറിൻ്റെ കൺസോളിഡേഷൻ, റിസോഴ്സസിൻ്റെ കൺസോളിഡേഷൻ. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾക്ക് ഈ കാര്യങ്ങളിലെല്ലാം ഡയറക്റ്റ് കൺട്രോൾ ഉണ്ട്. ഇനിയും 2-3 മാസം അവിടെ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിന് മുമ്പ് സമയമുണ്ട്. അപ്പോൾ ഒരു അധികാരത്തിൻ്റെ കൂടെ നിൽക്കുവാനുള്ളൊരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും. കേരളത്തിലും പ്രധാനപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടികളിൽ വിഘടന പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഒരു ഐഡിയോളജിക്കൽ പ്രശ്നങ്ങളൊന്നും അവർ തമ്മിൽ തല്ലിയ ആളുകൾ തമ്മിൽ ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാ പാർട്ടികളുടെയും ഐഡിയോളജിയിലും മറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലെല്ലാം ഒരേ വിശ്വാസത്തിൽ നിന്നുകൊണ്ടും നേതാക്കന്മാരുടെ മാത്രം വ്യക്തിപരമായിട്ടുള്ള ഫൈറ്റ് വന്നപ്പോഴും അതിൻ്റെ പിന്നിൽ അണികളെപ്പോലെ അല്ലെങ്കിൽ അസന്ധികളെ പോലെ നിൽക്കാൻ ആളുകളുണ്ടായിരുന്നല്ലോ. അതിൻ്റെ എല്ലാം ഒരു എക്സ്റ്റൻഷനാണ് ഈ സമാജ്വാദി പാർട്ടിയിലും കാണുന്നത്. വേറൊരു കാര്യം പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ആവശ്യമുള്ളത്, സമാജ്വാദി പൊളിറ്റിക്സ് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും സോഷ്യലിസ്റ്റ് പൊളിറ്റിക്സ്, രാം മനോഹർ ലോഹ്യയുടെയും ആചാര്യ നരേന്ദ്രദേവിൻ്റെയും എല്ലാം അവർ തുടങ്ങിയ ജയപ്രകാശ് നാരായണൻ്റെ എല്ലാം അവർ തുടങ്ങിയ ഒരു രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിന് ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു പ്രൊജക്ഷൻ എന്നാണ് അവർ വാദിച്ചിരുന്നത്. ആ വാദത്തിൻ്റെ ഒരു പ്രധാന മുഖം നെഹ്റുവിന് ശേഷം ഇന്ദിരാഗാന്ധി വന്നപ്പോഴുള്ള ഒരു പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ, അതിനുശേഷം എന്നും ഒരു കുടുംബ ഭരണത്തിനെതിരായിട്ട് അല്ലെങ്കിൽ കുടുംബ നേതൃത്വത്തിനെതിരായിട്ട് ഇവരെല്ലാം സ്റ്റാൻഡ് എടുത്തു. അവരുടെ ഇപ്പോഴുള്ള താഴെയുള്ള തലമുറയാണ് മുലായം സിംഗ്, ലാലു യാദവ്, രാംവിലാസ് പസ്വാൻ, ദേവഗൗഡ, അങ്ങനെയുള്ള എല്ലാ ആളുകളും. അവരെല്ലാം അവരുടേതായിട്ടുള്ള ഫാമിലി പ്രൈവറ്റ് ലിമിറ്റഡായി സ്വന്തം പാർട്ടികളെ മാറ്റിയിരിക്കുകയാണ്. ഒരു കോൺഗ്രസിനെ നെഹ്റു ഡൈനാസ്റ്റി അല്ലെങ്കിൽ ഗാന്ധി ഡൈനാസ്റ്റിയെ എന്ന് പറഞ്ഞ് എതിർത്ത ആളുകൾ ഇന്ന് അവരുടെ സ്വന്തം ചെറിയ പ്രിൻസിപ്പാലിറ്റീസ് ആക്കി രാഷ്ട്രീയ പാർട്ടികളെ അവരുടെ രാഷ്ട്രീയം ചുരുക്കി എന്നുള്ളത് ഏറ്റവും ഫലിതം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സമാജ്വാദി പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും സെക്യുലറിസത്തിൻ്റെ പേരിൽ, മുസ്ലിം പൊളിറ്റിക്സിൻ്റെ കൺസോളിഡേഷൻ്റെ പേരിൽ അവർ നടത്തുന്ന ഏറ്റവും ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് മുലായം സിംഗ് നടത്തിയിട്ടുണ്ട്. മുലായം സിംഗിനെ പോലെ ലാലു യാദവിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മുഖ്യമന്ത്രിയാക്കി, മകൻ ഇപ്പോൾ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാണ്, മകൾ രാജ്യസഭയിലുണ്ട്, വേറൊരു മകൻ മന്ത്രിയാണ്. രാംവിലാസ് പസ്വാനിൻ്റെ മകനും സഹോദരനുമാണ് ലോക്സഭാ മെമ്പേഴ്സ്. ദേവഗൗഡയും മകനും ചില സമയത്ത് സെക്കുലർ എന്ന് ബ്രാക്കറ്റിലുള്ളപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിയുടെ കൂടെ ഭരിച്ചിട്ടുള്ളവരാണ്. ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ ജനങ്ങളുമായിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ വരുന്നതിനല്ല ഇതിന്. ഇവരെല്ലാം അവരുടെ മക്കളെ അല്ലെങ്കിൽ സഹോദരന്മാരെ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഒരു പബ്ലിക് ലൈഫിൻ്റെയും ഒരു പബ്ലിക് കോൺട്രിബ്യൂഷൻ ഇല്ലാത്ത ആളുകൾ ഒരൊറ്റ രാത്രി കൊണ്ട് നേതാക്കന്മാരായി ജനങ്ങളുടെ മുന്നിൽ ഫോഴ്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മുലായത്തിൽ മാത്രമായി ഈ ചർച്ച ചുരുങ്ങാതെ
സമാജ്വാദി പൊളിറ്റിക്സിൻ്റെ പരക്കെയുള്ള തകർച്ച, അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശരി, ശ്രീ മാത്യു കുഴൽനാടൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 7% വോട്ട് നേടിയവരാണ്. അതിനുമുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12% വോട്ട് നേടിയവരാണ്. നിങ്ങൾക്ക് ചില നിർണായകമായ കാര്യങ്ങൾ യു പിയിൽ ചെയ്യാനില്ലേ? അധികാരം പിടിക്കുക അല്ലെങ്കിൽ അധികാരത്തിന് കൂട്ടാവുക എന്നതിലുപരി നിങ്ങളുടെ പ്രധാന എതിരാളികൾ BJP അധികാരത്തിലേക്ക് എത്തിക്കുക എന്ന കാര്യം കൂടി നിങ്ങൾക്ക് ചെയ്യാനില്ലേ? ആ അർത്ഥത്തിൽ എത്രമാത്രം നിർണായകമായ പങ്കാണ് കോൺഗ്രസിന് യു പിയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വഹിക്കാനുള്ളത്, ശ്രീ മാത്യു കുഴൽനാടൻ? അല്ല, യു പി തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് വളരെ ഗൗരവമായി തന്നെ കാണുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ വളരെ ഊർജിതമായി നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് തന്നെ കോൺഗ്രസ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും അതിൻ്റെ ഗ്രൗണ്ട് ലെവലിലുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി. സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ യാത്രയ്ക്ക് വലിയ പിന്തുണയാണ് യു പിയിൽ ലഭിച്ചത്. ഒരുപക്ഷെ 151 പോയിന്റുകളിലാണ് അവർ പ്രസംഗിക്കാൻ ആഗ്രഹിച്ചാൽ